ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖാണോ? ഞാനൊരു സംഭവം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. ഞാൻ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടത്. അവിടുത്തെ ആൻറ്റി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഞാൻ അവിടെ വെച്ച് കുറച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഇതെന്ന് പറയുന്നത് ഡയമണ്ട് പെയിൻറ്റിങ് എന്നാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. പല സൈസിലും പല ഡിസൈനിൽ അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചത് കുറച്ച് വലിപ്പം കൂടിയത്, ഒരു ചെറുതുമായിട്ടാണ് മേടിച്ചത്. ഇതായിട്ട് നമുക്ക് ചെയ്ത് വെക്കാം, നമുക്ക് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവമാണ്. ഡയമണ്ട് പെയിൻറ്റിങ് എന്നാട്ടോ പറയുന്നത്. HD ഡയമണ്ട് പെയിൻറ്റിങ് എന്ന് ആമസോണിൽ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. മിക്കവാറും എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും, പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. നമുക്കിപ്പം പെയിൻറ്റിങ് അറിയില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആണ്. നമുക്കിത് അവർ ഫുൾ ഡീറ്റെയിൽസ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു ഷീറ്റ് പോലെയാണ് വരുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഷീറ്റ് പോലെയാണ് വരുന്നത്. ഇത്രയും നീളമുണ്ട് ഇതിന് കണ്ടോ. പല സൈസിലും ഉണ്ട്. ഇതിന്റെ ചെറുതും ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഇത് പക്ഷെ എന്തായാലും ഒരു 1 വീക്ക് കൂടുതൽ എന്തായാലും നമ്മൾ എടുക്കും. നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺസ് ഇത് ഇത്രയും പല കളേഴ്സിലുണ്ട്. അതിന്റെ എല്ലാവിധ ഐറ്റംസ് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോ കളറിന്റെ അവിടെയും നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതൊരു ഷീറ്റ് പോലെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ അകത്ത് പശയാണ്, നല്ല ഗ്ലൂ ആട്ടോ. അപ്പൊ മാക്സിമം നിങ്ങൾ ഒട്ടിക്കുന്ന സ്ഥലം മാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വച്ചതിന് ശേഷം ഒട്ടിച്ചൊട്ടിച്ച് പോവുക. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പശ പോവാൻ ചാൻസ് ഉണ്ട്. അതുമല്ല ഭയങ്കര സ്റ്റിക്കിയാണ്. ഈ കവർ കണ്ടോ, ഇതിൽ എല്ലാ ബീഡ്സിലും എഴുതിയിട്ടുണ്ട് ഈ ഓരോ നമ്പർ. ഈ നമ്പർ ഏതാന്നുള്ളത് നമ്മളിത് ഈ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർ ഏതാന്ന് നോക്കിയാൽ മതി. ഇത് 3865 അതെന്ന് പറയുന്നത് A സിമ്പിളാണ്. ഇതിൽ നോക്കിയാൽ മതി. കണ്ടോ, ഞാൻ ഈ വൈറ്റ് ഒട്ടിച്ചേക്കുന്നതൊക്കെ A ആണ്. കണ്ടോ, അപ്പോൾ ഇതിലാവണം ഈ വൈറ്റ് ബീഡ്സ് ഫുൾ. എവിടെയൊക്കെ A ഉണ്ടോ അവിടെയൊക്കെ ഈ വൈറ്റ് ബീഡ്സ് ഒട്ടിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതുപോലെ എടുക്കുക. ഇതിന്റെ ഡീറ്റെയിൽസ് കമന്റിൽ പിൻ ചെയ്തേക്കാവേ. ഞാൻ മേടിക്കുന്ന സമയത്ത് 650 അങ്ങനെ എന്തോ ആയിരുന്നു റേഞ്ച്. നോക്കൊണ്ടാൽ മതി.